സഹജീവികളെ അല്ലെങ്കിൽ കൂടപ്പിറപ്പുകളെ നമ്മൾ ആരെങ്കിലും ഒക്കെ ആവട്ടെ, ആരെങ്കിലും സഹായിക്കാനുള്ള ഒരു ചെറിയ മനസ്സെങ്കിലുമുള്ള ഒരു വ്യക്തിക്ക് പോലും നിത്യജീവിതത്തിൽ വിസ്മരിക്കാൻ കഴിയാത്ത ഒരു നാമമായിട്ട് മാറിയ ഒരു വലിയ പ്രസ്ഥാനമാണ് തണൽ. തണലിനെ അറിഞ്ഞ, തണലിനെ മനസ്സിലാക്കിയ, തണലിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാം മനസ്സിലാക്കിയ ആളുകളാണ് എൻ്റെ മുന്നിൽ ഇന്നിരിക്കുന്നത്. ജീവിതത്തിൽ ചില ചേർത്ത് നിൽക്കലുകളും ചില അടയാളപ്പെടുത്തലുകളുമുണ്ട്. അതിന് ഉദാഹരണങ്ങളായി നിൽക്കുന്നവരാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും. ഇന്നത്തെ സദസ്സ് കാണുമ്പോൾ സത്യത്തിൽ മനസ്സ് നിറയുകയാണ്. ഇതിൻ്റെ സത്യത്തിൻ്റെ പ്രത്യേകത ഞാൻ കാണുന്നതെന്നാൽ പകുതിയിൽ കൂടുതൽ എനിക്ക് തോന്നുന്നു സഹോദരിമാരാണ്. അത് തന്നെ ഈ തണലിൻ്റെ പ്രസക്തി വിളിച്ചോന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ തണൽ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ആ പേരിൽ തന്നെ ഒരു പ്രത്യേകതയുണ്ട്. ചേർത്ത് പിടിക്കലിൻ്റെ, കാരുണ്യത്തിൻ്റെ, വാത്സല്യത്തിൻ്റെ ഒക്കെ സൂചകമായിട്ടുള്ള ഒരു പേരാണ് തണൽ. ഈ ജനക്കൂട്ടത്തിനിടയിൽ ഒരുപാട് ഡോക്ടർമാരുണ്ട്. എന്നാൽ ഈ ജനങ്ങൾക്ക് ഒരു തണലായിട്ട് ഇന്ത്യയിൽ ഒട്ടുക്കുമുള്ള എല്ലാ രീതിയിലും ആരെയൊക്കെ സഹായിക്കാൻ പറ്റുമോ അവരെയൊക്കെ സഹായിക്കുന്ന ഡോക്ടർ ഇദ്രീസ് ഇന്ന് ലോകത്തിന് തന്നെ ഒരു വലിയ തണലാണ്. അന്ന് ഡോക്ടർ ഇദ്രീസ് വന്ന ആ സമയത്ത് ഞാൻ ചോദിച്ചു ഡോക്ടർ ഇദ്രീസിനോട്, ഇത് ഇവിടെ തന്നെ വടകര മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ എന്ന് ചോദിച്ചു. വടകരയിൽ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. അത് ആ ചോദ്യം ഇന്ന് ഞാൻ ചോദിക്കാൻ എനിക്ക് വലിയ പേടിയാണ്. ഇന്ന് ഈ മീഡിയ സിറ്റി ഓഡിറ്റോറിയം ഹൃദയത്തിൽ സമ്പന്നരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. തീർച്ചയായിട്ടും തണൽ എന്ന പ്രസ്ഥാനം ഉത്തരോത്തരം വളർച്ചയിലേക്ക്, പുരോഗതിയിലേക്ക് തണലാകുവാൻ അല്ലെങ്കിൽ താങ്ങാകുവാൻ ബാറിലെ പ്രവാസി സമൂഹം ഉണ്ടാകും എന്നുറപ്പാണ്. അതിസുന്ദരമായ തിരിച്ചറിവോടുകൂടി ഞാൻ പറയുന്നു, സൊല്യൂഷൻ ഇല്ലാത്ത ഒരു പണിയും ഒരു ക്രിയേഷനും ദൈവത്തിൻ്റെതായിട്ടില്ല. നിങ്ങളുടെ ചുറ്റുപാടുള്ള ഒരൊറ്റ സംഗതി പോലും സൊല്യൂഷൻ ഇല്ലാതെ ഇല്ല എന്നുള്ളതാണ് ഈ കാലത്തിനിടയിൽ ജീവിതത്തിൽ ഞാൻ ആർജിച്ച ഒരു വിശ്വാസം. എനിക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി